അങ്ങനെ ഇന്നലെ നമ്മുടെ മഹോത്സവം കഴിഞ്ഞു. രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി നോക്കിയപ്പോൾ ദേടാ 3 ആന. മെയിനായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയത് ആനേനെ കാണാൻ തന്നെയാണ്. കുറച്ചു നേരം അതൊക്കെ കണ്ടു നിന്നിട്ട് ഞങ്ങൾ നേരെ പോയി ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പിന്നെയും വന്നിരുന്ന് കൊട്ട് കണ്ടു. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ രാവിലെ അമ്പലത്തിൽ മഹോത്സവത്തിന് പോയിട്ട് കുറച്ചു നേരം നിന്ന് കൊട്ടൊക്കെ കണ്ട് പിന്നെ ഉച്ചയ്ക്ക് വന്ന് അങ്ങനെയൊക്കെ പോണത്. ഇത്രയും നാൾക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കൂടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉച്ചയായപ്പോഴത്തേനും നമ്മൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ അമ്മ ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ വരാഞ്ഞുകൊണ്ട്. പിന്നെ ആനേനെ കെട്ടിയിട്ടേക്കുന്നിടത്ത് പോയി നമ്മൾ കണ്ടു. വൈകുന്നേരം ഒരു 7 മണിയായപ്പോഴത്തേനും ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. അവിടെ ചിന്തുപാട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഞങ്ങൾ പൂരം നടക്കുന്നിടത്തോട്ട് പോയി. വഴിയിലൊക്കെ അത്യാവശ്യം കുറെ പറയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി കൊട്ട് കണ്ടുകൊണ്ടിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും അത് അനങ്ങാണ്ടായപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് അമ്പലത്തിന്റെ അങ്ങോട്ടേക്ക് നടന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു വീടിന്റെ പൊക്കത്തുനിന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നപ്പോഴത്തേനും ഒരു വീടിൻ്റെ അവിടെ നിന്ന് എല്ലാവരും കൂടി കൂട്ടം കൂടി നിന്ന് വെല്ലിച്ചനൊക്കെ പറ നിറയ്ക്കെന്നും പറഞ്ഞ് വിളിച്ചങ്ങോട്ട് കയറ്റി ഞങ്ങളെ. ആദ്യം ഞങ്ങൾക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ നോക്കിയപ്പോൾ ചേച്ചിയൊക്കെ അവിടെ ഇപ്പം ഉണ്ടായിരുന്നു. ചേച്ചിയാ പറഞ്ഞത് എന്തോ ചലഞ്ചാന്ന്. ആ വീട്ടിലാണെങ്കിൽ 51 പറ എന്തോ കൊടുക്കുന്നുണ്ടായിരുന്നു. 51 പറ എത്ര പേർക്ക് വേണമെങ്കിലും വന്ന് നിറയ്ക്കാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിറച്ചു. എല്ലാവരും 2-3 പ്രാവശ്യമായിട്ട് നിറച്ചു. പിന്നെ 51 മാറി 61 അങ്ങനെ എങ്ങനെയൊക്കെയോ നിറച്ചിട്ട് ഞങ്ങൾ വേഗം പറ തീർത്തു. അങ്ങനെ പറയൊക്കെ നിറച്ചിട്ട് ഞങ്ങൾ വേഗം അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പൂരവും വന്നു. ആന അമ്പലത്തിലോട്ട് കയറുന്നതിന് മുമ്പേ ഞങ്ങൾ വേഗം തന്നെ അമ്പലത്തിലോട്ട് കയറിയിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല തിരക്കാവും. അങ്ങനെ പൂരം അകത്തോട്ട് കയറി. ആന അമ്പലത്തിൽ വലം വെക്കാനായിട്ടും പോയി. നേരത്തെ ആ മത്സരിച്ച് പറ നിറച്ചേരി 10 പറയായിട്ട് നിറച്ച ആളാണ് കേട്ടോ നിൽക്കുന്നത്. ആളുടെ പേര് അനു എന്നാണ്. വീഡിയോസ് ഒന്നും ആളുടെ എടുക്കാറില്ല, വ്ളോഗിൽ ഇടാറില്ല എന്നൊക്കെ പറഞ്ഞു ഉച്ചയ്ക്കും കൂടി ഞങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ വെല്ലിച്ചൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് ആളെ കാണുന്നത്. അന്ന് കുഞ്ഞായിരുന്നു. 2 കയ്യിലും നിറച്ചും കുപ്പികളൊക്കെ ഇട്ട് നിൽക്കുമായിരുന്നു. ഇപ്പം ഇത്രയും വലുതായി. ഈ അറ്റത്തേക്ക് ആനയാണെങ്കിൽ ഞങ്ങളും ചേച്ചി അനുവും കൂടി നിൽക്കുന്ന കണ്ടിട്ട് ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നടുക്കൊക്കെ ആനയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ തലയാട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം മേളം പോയി കണ്ടു. ഒരു 1.5 മണിക്കൂറായിട്ട് മേളം ഉണ്ടായിരുന്നു. അങ്ങനെ മേളമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. 10:30ക്കാണ് പള്ളിവേട്ട പറഞ്ഞത്. പക്ഷേ 12 മണിയൊക്കെ കഴിയും തുടങ്ങുമ്പോൾ. അതുകൊണ്ട് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പള്ളിവേട്ടേൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടാം. ഇതിൽ എല്ലാം കൂടി തികയത്തില്ല. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.